ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ആന്റൺ ചെക്കോവിന്റെ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിംബോളിക് ആണ് ഈ ഒരു സ്റ്റോറി. പെട്ടെന്നൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഒരു കത്തലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലൈഫിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യും, ഇത് അങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവും. നമ്മളെ ലൈഫുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ഫിലോസഫിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഫിലോസഫിയിലേക്ക് നമുക്ക് പോകണ്ട, നമുക്കൊരു ക്വിക്ക് റിവിഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എന്താണ് സംഭവം നോക്കാം. Gooseberries by Russian author Anton Chekhov is a short story that uses symbolism, irony, and a keen observation of human behavior to explore the themes of quest for happiness, the meaning of life, social expectations, privilege, and social equality. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ആന്റൺ ചെക്കോവാണ്. ആന്റൺ ചെക്കോവിനെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലെ. ഈസ് എ ഷോർട്ട് സ്റ്റോറി. വാങ്ക എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് അറിയാലോ. വാങ്ക എഴുതിയതാണ് ഈ ആന്റൺ ചെക്കോവാണ്, റഷ്യക്കാരനാണ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് സിംബോളിസം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചിഹ്നങ്ങളുണ്ട്, ഓക്കെ, സിംബോളിസം ഉണ്ട്, അതുപോലെ ഐറണി ഉണ്ട്, ഓക്കെ, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ നല്ല കീൻ ഒബ്സർവേഷൻ ഉണ്ട്. ആളുകളെ വല്ലാതെ നന്നായി ഒബ്സർവ് ചെയ്തിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ കഥ എഴുതിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ടു എക്സ്പ്ലോർ ദ തീംസ് ഓഫ്, ഇന്ന തീമുകൾ പറയാനും വേണ്ടിയിട്ടാണ്. ഏതൊക്കെ തീമുകൾ? ദ ക്വസ്റ്റ് ഫോർ ഹാപ്പിനെസ്, സന്തോഷം എവിടെ നമുക്ക് കിട്ടുക, അത് അന്വേഷിച്ചു പോവുകയാണ്. പിന്നെ ദ മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഇതാണ് രണ്ടാമത്തെ ഫിലോസഫി. നെക്സ്റ്റ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, സമൂഹത്തിന്റെ ഒരു പ്രതീക്ഷയുണ്ട് ഓരോ വ്യക്തിയിൽ നിന്നും, ഓരോന്ന് അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രിവിലേജ്, നമ്മുടെ ഒരു പ്രിവിലേജ്, അതുപോലെ തന്നെ സോഷ്യൽ ഈക്വാലിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ടും ഓർക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ വിട്ടേക്ക്, നോ സീൻ. ഓതറുടെ പേര് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇൻട്രൊഡക്ഷൻ നോക്കാം. Gooseberries is a short story by great Russian writer Anton Chekhov. ആന്റൺ ചെക്കോവിന്റെ ഒരു അടിപൊളി ഷോർട്ട് സ്റ്റോറിയാണ് ഗൂസ്ബെറീസ് എന്ന് പറയുന്നത്. ഗൂസ്ബെറീസ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് അല്ലെ. ഇറ്റ് ഈസ് അബൌട്ട് ടു ബ്രദേഴ്സ്. ഈ കഥ ആരെ കുറിച്ചാണ്? രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. ദേ ആർ ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ഇൻ ദെയർ ഓൺ വേസ്. അവർ രണ്ടുപേരും എന്താണ്, നമ്മളെല്ലാവരെയും പോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ആണ്. എന്താ, സന്തോഷം കണ്ടെത്താനുള്ള മാർഗത്തിലാണ്. ഓക്കെ, പക്ഷെ രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിലാണ് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി, നമുക്ക് നേരെ കഥയിലെ ഒരു ഘട്ടങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ ഷെൽട്ടർ ഫ്രം റെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗത്തിൽ കഥയുടെ തുടക്കത്തിൽ എന്താ നമ്മൾ കാണുന്നതെന്ന് പറയാം. ദ സ്കൈ വാസ് ഓവർകാസ്റ്റ് വിത്ത് റെയിൻ ക്ലൗഡ്സ്. മഴ പെയ്തുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മഴ പെയ്യാൻ പോകുന്നു, മഴ പെയ്തു. ഓക്കെ, ഇവാൻ ഇവാനിച്ച് കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഇവാൻ ഇവാനിച്ച്, ഓക്കെ, അദ്ദേഹം ആരാണ്? ദ വെറ്റിനറി സർജൻ, ഒരു മൃഗ ഡോക്ടറാണ്, വെറ്റിനറി സർജൻ ആണ്. ആൻഡ് ബോക്കിൻ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. ബോക്കിൻ ഒരു സ്കൂൾ മാസ്റ്റർ ആണ്. Okay, Boking the schoolmaster were walking across the fields near the village of Mirovsky. മിറോവ്സ്കി എന്ന് പറയുന്ന സ്ഥലത്ത് വയലുകളിലൂടെ അദ്ദേഹം ഈ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു, സ്കൂൾ മാസ്റ്ററും അതുപോലെ തന്നെ വെറ്റിനറി സർജനും. ഇവാൻ wanted to tell his friend a story. ഇവാൻ ഒരു കഥ പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ആരോട്? നമ്മുടെ സുഹൃത്തിനായിട്ടുള്ള ബോക്കിനോട് ഒരു കഥ പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ സ്റ്റോറി ഓഫ് ഹിസ് യങ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. തന്റെ സഹോദരനായിട്ടുള്ള ഇവാൻ ഇവാനിച്ചിന്റെ സഹോദരനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിന്റെ കഥയായിരുന്നു. ബ്രദറിന്റെ കഥ പറയാനാണ് അദ്ദേഹം തുടങ്ങിയത്. ബട്ട് ജസ്റ്റ് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ ഹെവിലി. പക്ഷെ പെട്ടെന്നായിരുന്നു ശക്തമായി മഴ പെയ്തത്. ഓക്കെ, സോ ദേ വെന്റ് ടു എലിയോക്കിൻസ് ഹൗസ് ഫോർ ഷെൽട്ടർ. അതുകൊണ്ട് അവർ പെട്ടെന്ന് തൊട്ടടുത്ത് ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, അലിയോക്കിൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ വീട്ടിലേക്ക് ഓടിക്കേറി. അലിയോക്കിൻ വാസ് എ ഫ്രണ്ട് ഓഫ് ഇവാൻ ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ചിന്റെ ഒരു സുഹൃത്തായിരുന്നു ആര്? അലിയോക്കിൻ. ഹി ലിവ്ഡ് അറ്റ് സോഫിനോയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഹി വാസ് എ ഫാമർ അബൌട്ട് 40 years old. 40 വയസ്സുള്ള ഒരു ഫാമർ ആയിരുന്നു. ഹി വാസ് ടോൾ ആൻഡ് സ്റ്റൗട്ട്, നല്ല നീളമുള്ള, അതുപോലെ തന്നെ നല്ല കരുത്തുള്ള മനുഷ്യനായിരുന്നു. വിത്ത് ലോങ് ഹെയർ, നീളമുള്ള മുടിയാണ്, കണ്ട ഒരു ആർട്ടിസ്റ്റിനെ പോലെ തോന്നിക്കും. ഹിസ് ഹൗസ് വാസ് ലാർജ് ആൻഡ് 2-storied. അദ്ദേഹത്തിന്റെ വീട് വലുതായിരുന്നു, അതുപോലെ തന്നെ 2 നിലയുള്ളതായിരുന്നു. ഓക്കെ, ഹി ലിവ്ഡ് ഡൗൺ സ്റ്റോർസ്. അദ്ദേഹം താമസിക്കുന്നത് താഴെ നിലയിലാണ്. ഹി ഹാഡ് എ വിൻമിൽ, കാറ്റാടി യന്ത്രം, ഒരു വലിയ വിൻമില്ലുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് എ ബെയ്ത്തിങ് ഷെഡ് എന്ന് പറഞ്ഞാൽ കുളിപ്പുര എന്ന് പറയും. കുളിപ്പുര ഇല്ലേ, കുളിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫാം ഹൗസിനോട് ചേർന്നിട്ടുള്ള ഒരു കുളമൊക്കെ ആയിട്ട് ഒരു കുളിപ്പുരയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അലിയോക്കിൻ വാസ് ഡേർട്ടി ഫ്രം ഹിസ് വർക്ക്. ജോലിയുടെ ഇടയിലായതുകൊണ്ട് അലിയോക്കിൻ നല്ല ഡേർട്ടി ആയിരുന്നു. ഹി ഇൻവൈറ്റഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ ഇൻ ടു ഹിസ് ഹൗസ്. അവരുടെ വീട്ടിലേക്ക് അദ്ദേഹം അലിയോക്കിന്റെ 2 സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ സന്തോഷമായി. പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം, ഈ പണിയൊന്നും കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പൊടിപ്പിക്കുകയായിരുന്നു. ഫ്ലോർ മില്ലാണ്. അപ്പോൾ അത് പൊടിപ്പിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അദ്ദേഹം വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു. പെലേജിയ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ വേലക്കാരിയാണ്. ദ ചാമ്പർ മെയ്ഡ്, വേലക്കാരി. ഗേവ് ദം ടവൽ ആൻഡ് സോപ്പ്. അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ടവലും സോപ്പൊക്കെ കൊടുത്തു.
ഓൾ ത്രീ എൻജോയ് ദ ബാത്ത് ഇൻ ദ ബേത്തിങ് ഷെഡ്. ബേത്തിങ് ഷെഡിൽ അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കുളിച്ചു. ഓക്കെ, അതിനകത്ത് അലിയൊക്കെ പറയുന്നുണ്ട്, കുറേ ആയി ഞാൻ കുളിച്ചിട്ട്, 3 മാസമായിട്ടായി ഞാൻ കുളിച്ചിട്ട്, കാരണം സമയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എ വുമൺ ഹൂ, ഓക്കെ, ദെൻ നിക്കോളൈസ് ഡ്രീം. ഇനി നിക്കോളായുടെ സ്വപ്നത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദ മെൻ റിട്ടേൺ ടു ദ ഹൗസ്, വീട്ടിലേക്ക് തിരിച്ചു വന്നു. ദേ ഹാഡ് ടു ചേഞ്ച് ദ ക്ലോത്ത്സ് ആൻഡ് ഇവാനിച്ച് ബിഗാൻ സ്റ്റോറി. വസ്ത്രമൊക്കെ മാറി അവർ നല്ല പട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇരിക്കുന്ന സമയത്താണ് ഇവാനിച്ച് അവൻ്റെ ആ കഥ പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് ഹിസ് യങ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. ഇറ്റ് വാസ് ദ സ്റ്റോറി, ഹി വാസ് 2 years യങ്ങർ ദാൻ ഇവാനിച്ച്. ഇവാനിച്ചിനേക്കാളും യങ്ങർ ടു ഇവാനിച്ച്. യങ്ങർ ടു എന്ന് പറഞ്ഞാൽ ഇയാളെക്കാളും എന്താണ്, പ്രായം കുറവായിരുന്നു. ആർക്ക്? യങ്ങർ ദാൻ ആണ് അല്ലേ, യങ്ങർ ദാൻ ഇവാൻ. അയാൾ നമ്മുടെ ഇവാനിച്ചിനേക്കാളും 2 വയസ്സ് ഇളയതാണ്. ആര്? നിക്കോളായ്, കഥ പറയാൻ പോകുന്ന ആള്. Their father, Chinska Himalevsky, was an army officer. അവരുടെ അച്ഛനെ കുറിച്ചിട്ട് ആദ്യം പറയുന്നു, അദ്ദേഹം ഒരു ആർമി ഓഫീസർ ആയിരുന്നു. He had an estate. അദ്ദേഹത്തിന് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. After his death, the estate went to pay off his debts. ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരിച്ചുപോയി. മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കടബാധ്യത അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റ് വിറ്റിട്ടും തീർന്നിട്ടില്ല. അല്ലെങ്കിൽ ആ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് എസ്റ്റേറ്റ് തന്നെ വിൽക്കേണ്ടി വന്നു എന്നർത്ഥം. ഇവാൻ സ്റ്റഡീഡ് ആൻഡ് ബിക്കേം എ വെറ്റിനറി സർജൻ. ഇവാൻ പഠിച്ച് ഒരു വെറ്റിനറി സർജൻ ഒക്കെ ആയി. നിക്കോളായ് ബിക്കേം എ ഗവൺമെന്റ് ക്ലർക്ക് വെൻ ഹി വാസ് 19. 19 വയസ്സിൽ നിക്കോളായ് ഒരു ഗവൺമെന്റ് ക്ലർക്കായിട്ട് ജോലി കയറി. ഹി നെവർ ലൈക്ക് ഹിസ് ജോബ് ആൻഡ് ദ ടൗൺ ലൈഫ്. നിക്കോളായെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൗൺ ലൈഫോ അല്ലെങ്കിൽ ഈ ജോലി ഒന്നും തീരെ ഇഷ്ടമല്ല. മൊണോട്ടോണസ് ആയിട്ടുള്ള ജോലി, എപ്പോഴും ഒരേ ജോലി തന്നെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലി ഒന്നുമല്ല ക്ലർക്കിന്റെ ജോലി അല്ലേ. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, ഹി ഹാഡ് എ ഡ്രീം. അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എപ്പോഴും. ഓക്കെ, എന്താ അത്? an ambition to go back to the country life. കുട്ടികളായിരുന്ന സമയത്ത് തങ്ങൾ താമസിച്ചിരുന്ന ആ വില്ലേജിലേക്ക്, അതുപോലെ ഒരു വില്ലേജിലേക്ക്, ആ ഒരു കൺട്രി ലൈഫിലേക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. മണി ഹംഗ്രി. Nikolai's desire was to buy a small riverside farm in the countryside and live there. നിക്കോളയുടെ ഡ്രീം ഇതായിരുന്നു, ഒരു ഗ്രാമത്തിൽ പോയിട്ട് നല്ല അടിപൊളി റിവർ സൈഡിൽ ഒരു വീട്, കുറച്ചൊരു എസ്റ്റേറ്റ് വാങ്ങിക്കണം, എന്നിട്ട് അവിടെ താമസിക്കണം. There was always a gooseberry bush in the farm of his dreams. അദ്ദേഹം പലപ്പോഴായി കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ, ഏത് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും അതിലൊക്കെ ആ എസ്റ്റേറ്റിൽ എന്തുണ്ടാവും? ഒരു ഗൂസ്ബെറി ബുഷ് ഉണ്ടാവും, നെല്ലിക്കയുടെ ഒരു തൈകൾ അതിനകത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു. ഹി ലിവ്ഡ് ലൈക്ക് എ ബെഗർ ആൻഡ് സേവ്ഡ് മണി. ഈ ഒരു ആഗ്രഹത്തിന് പിന്നാലെ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൈസ കിട്ടുന്നതൊക്കെ സേവ് ചെയ്യാണ്. ആൻഡ് ലിവ്ഡ് എ ലൈഫ് ലൈക്ക് എ ബെഗർ. ഒരു ബെഗറിന്റെ ലൈഫാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഒരു വളരെ സ്റ്റിഞ്ചി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, at the age of 40, he married an old ugly widow for her money. അങ്ങനെ ഒരു 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കല്യാണം കഴിക്കാണ്. ഒരു ഓൾഡ് അഗ്ലി വിഡോനെയാണ് കല്യാണം കഴിക്കുന്നത്. പ്രായമായൊരു സ്ത്രീ, കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്? അവളുടെ പൈസ കണ്ടിട്ട് മാത്രമാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, ഇനി നിക്കോളായിന്റെ എസ്റ്റേറ്റിനെ പറ്റി പറയുന്നു. നിക്കോളായ് ബ്രോട്ട് 300 acres ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്. അപ്പൊ ഈ ഭാര്യക്കും കൃത്യമായി ഭക്ഷണം ഒന്നും കൊടുക്കൂല, അവളെയും പട്ടിണിക്കിടും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അയാൾ ആ പൈസ ഇയാളെ ബാങ്കിലിടും. എന്നിട്ട് ഈ പൈസ അയാൾ ഭാര്യയുടെ മരണത്തിന് ശേഷം പൈസ കൊണ്ട് അയാൾ ഒരു എസ്റ്റേറ്റ് വാങ്ങാണ്. 300 acre ഉള്ള ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. ഇറ്റ് ഹാഡ് എ ഫാം ഹൗസ്. അതിനകത്തൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു, കോട്ടേജ് ഉണ്ടായിരുന്നു, ആൻഡ് എ പാർക്ക്, ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ദർ വാസ് എ റിവേഴ്സ് ഡിസൈഡ് ദ ഫാം. ഫാമിന് തൊട്ടടുത്തായിട്ട് ഒരു റിവറും ഉണ്ടായിരുന്നു. ബട്ട് ദ വാട്ടർ ഇൻ ഇറ്റ് വാസ് ഡേർട്ടി. പക്ഷെ അതിനപ്പുറത്ത് ഒരു ജെലാറ്റിൻ കമ്പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു എന്താ പറയാ, അതിന്റെ വെള്ളത്തിന് അത്ര വൃത്തിയൊന്നുമില്ലായിരുന്നു. സ്ലഗ്ഗിഷ് വാട്ടർ ആയിരുന്നു അതിനകത്തുള്ളത്. ദർ വാസ് നോ ഗൂസ്ബെറി ബുഷ്. അവിടെ ആണെങ്കിൽ ഗൂസ്ബെറി ബുഷും ഇല്ലായിരുന്നു. നിക്കോളായ് പ്ലാന്റഡ് 20 gooseberry bushes in the farm. പക്ഷെ നിക്കോളായ് 20 ഗൂസ്ബെറി ബുഷസ് കൊണ്ടുവന്നിട്ട് നട്ടു. Thus he began his country life. He called his estate Himalevsky. അച്ഛന്റെ പേര് ഹിമാലയസ്കി എന്ന് പറയുന്ന പേരാണ് എസ്റ്റേറ്റിന് കൊടുക്കുന്നത്. ഇൻ ദ കൺട്രി ലൈഫ് നിക്കോളായ് ബിക്കേം ലേസി ആൻഡ് ഫാറ്റ്. കൺട്രി ലൈഫിലായപ്പോൾ ഓക്കെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ എത്തി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു എന്താ പറയാ, മടിയനായി മാറി, തടിയനായി മാറി. ഹി ലുക്ക് ലൈക്ക് എ പിഗ്. ഓക്കെ, ഒരു പന്നിയെ പോലെ തടിച്ചു എന്ന് പറയുന്നത്. ഹിസ് ഡോഗ് ആൻഡ് ഹിസ് കോക്ക് ഓൾസോ വർ ലൈക്ക് ഹിം ആസ് ഫാറ്റ് ആസ് എ പിഗ്. അദ്ദേഹത്തിന്റെ ഡോഗും അദ്ദേഹത്തിന്റെ കുക്കും, ഓക്കെ, കുക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പിഗിനെ പോലെ തടിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ ഹിസ് ബർത്ത്ഡേ ഹി ഗേവ് വോഡ്ക ടു ദ വില്ലേജേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ പിറന്നാളിന് അദ്ദേഹം വോഡ്ക കൊടുക്കുമായിരുന്നു. ഓക്കെ, ഹി ഗേവ് ദം സോഡ ആൻഡ് കാസ്റ്റർ ഓയിൽ ആസ്
മെഡിസിൻസ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ഡിസീസസ്. അപ്പോൾ ഒരു ശരിക്കും ഒരു ഭൂപ്രമാണിയെ പോലെ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പണിക്കാർക്കൊക്കെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഒരു പാർട്ടി, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ സോഡയും അതുപോലെ കാസ്റ്റർ ഓയിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യും, എല്ലാ അസുഖങ്ങൾക്കും അതൊരു മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. ഹി തോട്ട് സച്ച് ഗുഡ് വർക്ക്സ് വുഡ് സേവ് ഹിസ് സോൾ. അദ്ദേഹം വിചാരിച്ചു ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് എൻ്റെ ആത്മാവിനെ രക്ഷിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഓക്കെ, എൻ്റെ എന്താ പറയുക, മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലതാവാൻ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഓദറിന് തീരെ ഇഷ്ടമല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ വോഡ്ക കൊടുത്തിട്ടാണ് ഒരാൾ നന്നാവുന്നത് എന്നാണ് ഓദർ ചോദിക്കുന്നത്. ഹി വാസ് എ ലാൻഡ് ഓണർ, നോട്ട് ദ ഓൾഡ് പുവർ ക്ലർക്ക്. പഴയ ഒരു ലാൻഡ് ഓണർ, പഴയ ആ പുവർ ക്ലർക്കല്ല, അല്ലെ, അന്നത്തെ ആ ഒരു ദരിദ്രനായി ജീവിച്ച ആളൊന്നല്ല, അപ്പം വലിയ മുതലാളിയായിട്ടുണ്ട്. ഓക്കെ, വലിയ ജന്മി ആയിട്ടുണ്ട് അവൻ. അങ്ങനെ ഇവാൻ ഒരു ദിവസം ഈ സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ വരികയാണ്, തന്റെ ബ്രദറിന്റെ എസ്റ്റേറ്റിലേക്ക് സന്ദർശിക്കാൻ വരികയാണ്. ദ ഇയർ ബിഫോർ ഇവാൻ വിസിറ്റഡ് ഹിസ് ബ്രദർ. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ കഥ പറയുന്നതിന്റെ കഴിഞ്ഞ വർഷം ഇവാൻ ആ ഫാം വിസിറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ഹോട്ട് ആഫ്റ്റർനൂൺ. നല്ല ഉച്ചയായിരുന്നു, ചൂടുള്ള ദിവസമായിരുന്നു. ദ എസ്റ്റേറ്റ് വാസ് ഫുൾ ഓഫ് ട്രീസ് ആൻഡ് ബുഷസ്. ദർ വാസ് നോ വേ ടു വാക്ക്. ഫുൾ കാട് പിടിച്ച, കാടല്ല ശരിക്കും ബുഷസും ട്രീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ്. ഒരു നടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ അതിനൊരു സൈൻ ബോർഡ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. നിക്കോളായി വാസ് ഹാവിങ് ഹിസ് ആഫ്റ്റർനൂൺ റെസ്റ്റ്. നിക്കോളായി കിടക്കാണ്. ഇവാൻ വെന്റ് ഇൻ. നിക്കോളായി വാസ് സിറ്റിംഗ് ഓൺ ദ ബെഡ്. ദേ എംബ്രേസ് ഈച്ച് അതർ. അവരെ കെട്ടിപ്പിടിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ്. അറ്റ് നൈറ്റ് ദ കുക്ക് സെർവ്ഡ് ദം ടീ ആൻഡ് എ പ്ലേറ്റ് ഓഫ് ഗൂസ്ബെറീസ്. അന്ന് രാത്രിയിൽ കുക്ക് അവർക്ക് എന്ത് കൊടുത്തു, ഒരു ചായ കൊടുത്തു. അതിൻ്റെ കൂടെ ഗൂസ്ബെറീസ് ഒരു പാത്രത്തിൽ കൊടുത്തു. ഗൂസ്ബെറീസ്, നെല്ലിക്ക. ദോസ് വർ നിക്കോളാസ് ഗൂസ്ബെറീസ് ദ ഫസ്റ്റ് ഹാർവെസ്റ്റ്. ആ ഗൂസ്ബെറീസ് പ്രത്യേകത ഉണ്ട്, ഇത് ഈ വീട്ടിലുണ്ടായതാണ്, നിക്കോളായി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അയാളുടെ ആദ്യത്തെ ഹാർവെസ്റ്റ്, വിളവെടുപ്പാണ്. ദോസ് ഹി ലുക്ക്ഡ് അറ്റ് ദ ഗൂസ്ബെറീസ് വിത്ത് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ്. അദ്ദേഹം ആ ഗൂസ്ബെറീസിനെ നോക്കുന്നത് ഇത്രയും വർഷത്തെ, ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് പൂവണിഞ്ഞിട്ടുള്ളത്, അല്ലേ. അപ്പൊ അത് കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി നിക്കോളായുടെ. എന്നിട്ടോ ഫുൾ ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടി ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ട് കളിപ്പാട്ടം അവസാനം കിട്ടിയതുപോലെ അവന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ ഓത്തർ. ഇവാൻ ടേസ്റ്റഡ് വൺ. ഇവാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കി. ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് സോർ. കഷ്ടം, എന്തെങ്കിലും അത് കഴിക്കുക, നല്ല കഴിപ്പുണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഭയങ്കര കട്ടിയുണ്ട്. ബട്ട് നിക്കോളായി സെഡ് ദേ വർ വെരി ഗുഡ് ആൻഡ് ടേസ്റ്റി. പക്ഷെ നിക്കോളായി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തൊരു ടേസ്റ്റാണ്, ഒന്ന് കഴിച്ചു നോക്കുക ഇങ്ങനെ പറയുന്നുണ്ട്. ഹി എയ്റ്റ് ദം ഓൾ ത്രൂ ദ നൈറ്റ്. ആ രാത്രി മുഴുവനും ഇയാൾ കേൾക്കുന്നുണ്ട്. രാത്രി ഇയാൾ കിടക്കുന്ന സമയത്ത്, ഇവാൻ കിടക്കുന്ന സമയത്ത് നിക്കോളായി ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകുന്ന പോലെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാത്രത്തിലേക്ക് പോയിട്ട് പിന്നെയും കഴിക്കുന്നത് ഇപ്പുറത്തെ റൂമിൽ നിന്നിട്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. ഇവാൻസ് തോട്ട്സ്. ഇനി ഇവാൻ അങ്ങനെ രാത്രി കിടന്ന് ആലോചിക്കുകയാണ്. എന്ത്, ഇവാൻ ലെഫ്റ്റ് ഹിസ് ബ്രദർ, പിറ്റേ ദിവസം പോയി രാത്രി കിടന്ന് ആലോചിക്കുന്നുണ്ട് കഥയിൽ, പക്ഷെ ഇവിടെ പറയുന്നില്ല. ഇവാൻ ലെഫ്റ്റ് ഹിസ് ബ്രദർ ആൻഡ് നെക്സ്റ്റ് മോർണിംഗ്. അദ്ദേഹം പിറ്റേ ദിവസം യാത്ര വിട്ടു. ദ വിസിറ്റ് ചേഞ്ച് ഹിസ് തോട്ട്സ് ആൻഡ് ഹാപ്പിനെസ് അബൌട്ട് ഹാപ്പിനെസ്. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, എന്താണ് ഹാപ്പിനെസ്, ടൗൺ ലൈഫാണ് ഹാപ്പിനെസ്, പൈസയാണ് ഹാപ്പിനെസ് എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് അവിടെ മാറി. ഹിസ് ബ്രദേഴ്സ് ഹാപ്പിനെസ് വാസ് എംപ്റ്റി ആൻഡ് മീനിങ്ലെസ്. ഇവാൻ സേസ് വി ആർ ഹാപ്പി ബിക്കോസ് ദ അൺഹാപ്പി പീപ്പിൾ ബിയർ their burden in silence. അദ്ദേഹം പറയാണ്, വി ആർ ഹാപ്പി, നമ്മൾ ഹാപ്പിയാണ്. എന്താ കാരണം എന്നറിയോ? വി ആർ ഹാപ്പി ബിക്കോസ് ദ അൺഹാപ്പി പീപ്പിൾ ബിയർ ദ ബേർഡൻ ഇൻ സൈലൻസ്. അവരുടെ ഈ അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഭാരം ഇങ്ങനെ സൈലൻസിൽ സഹിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, സഹിച്ച് അങ്ങനെ പോകും അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. ഹി ടു വാസ് ഇൻ സെർച്ച് ഓഫ് ഹിസ് ഓൺ പേഴ്സണൽ ഹാപ്പിനെസ്. നമ്മുടെ ഇവാനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണത്തിലാണ്. ദ ഗൂസ്ബെറീസ് വർ ദ പേഴ്സണൽ ഹാപ്പിനെസ് ഓഫ് നിക്കോളായി. നിക്കോളായുടെ പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഗൂസ്ബെറീസ് ആയിരുന്നു. ബട്ട് ദ മീനിങ് ഓഫ് പേർപ്പസ് ഓഫ് ലൈഫ് വാസ് ഇൻ ഗുഡ് ഡൂയിങ്, നോട്ട് ഇൻ അവർ പേഴ്സണൽ ഹാപ്പിനെസ്. പക്ഷെ ഓദർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ, പരമമായ സന്തോഷം എന്ന് പറഞ്ഞാൽ, എറ്റേണൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, എന്നെന്നും നിലനിൽക്കുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, അത് എന്തല്ല, ഈ പറയുന്ന പേർപ്പസ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ് അല്ല, മറിച്ച് അത് ഡൂയിങ് ഗുഡ് ആണ്. ഓക്കെ, നന്മ ചെയ്യലാണ്. പേഴ്സണൽ ഹാപ്പിനെസ് അല്ല, നന്മ ചെയ്യലാണ്. ഇറ്റ് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. പറഞ്ഞു മാറിപ്പോയി. പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂയിങ് ഗുഡ് ആണ്. ഓക്കെ, അത് പേഴ്സണൽ ഹാപ്പിനെസ് അല്ല. പേഴ്സണൽ ഹാപ്പിനെസ്സും ഈ എറ്റേണൽ ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ സിമ്പിളായിട്ട് പറയാം. കുറച്ച് പൈസ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചു. എന്തിനാണ് നിങ്ങൾ എങ്ങനെ പൈസ ഇങ്ങനെ വാങ്ങി അടുക്കി വെക്കാണ്? എന്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു പെന്നോ എന്തോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നിങ്ങളത് വാങ്ങിക്കാനുള്ള കാശ് നിങ്ങളുടെ അടുത്തായി. ആ സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് ആവശ്യം ചോദിക്കുകയാണ്, പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഇത്ര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ
2 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന് പേഴ്സണൽ ഹാപ്പിനെസ്. പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പെണ്ണ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ആ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോവാം, എനിക്ക് സന്തോഷം കിട്ടും അല്ലേ, റെഡി അല്ലേ. വേറെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, എനിക്ക് അവനെ സഹായിക്കാം, പെണ്ണ് പിന്നെ വാങ്ങിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ ആ പൈസ കൊണ്ട് പെണ്ണ് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഹാപ്പിനെസ് ഒരുപാട് കാലം നിലനിൽക്കൂല. കാരണം അടുത്ത വേർഷൻ ഇറങ്ങുന്നത് വരെ ഉണ്ടാവുള്ളൂ ആ ഹാപ്പിനെസ്. അല്ലെങ്കിൽ 2 ദിവസം പരിചയമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കിയുള്ള ഫോണുകളുടെ കൂടെ ഒരു ഫോൺ, അല്ലെങ്കിൽ പെണ്ണുകളുടെ കൂടെ ഒരു പെണ്ണ് മാത്രമായത്. ദാറ്റ് ഈസ് പേഴ്സണൽ ഹാപ്പിനെസ്. ഇനി ഞാൻ ആ പൈസ കൊണ്ട് അവനെ സഹായിച്ചു എന്ന് വിചാരിക്കുക, അതൊരു ത്യാഗമാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. അത് എറ്റേണൽ ഹാപ്പിനെസ് ആണ്. ആ പൈസ അവൻ തിരിച്ചൊക്കെ തന്നു എന്ന് വിചാരിക്കുക, എന്നാലും അതെന്നും നിലനിൽക്കുന്ന ഒരു ഹാപ്പിനെസ് ആണ്. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇനി എൻഡിൽ പറയുന്നു, അലിയോക്കിൻ ദെൻ ബോക്കിൻ വർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇവാൻ സ്റ്റോറി. ഈ ഒരു ഫിലോസഫി എന്ന് കേട്ടിട്ട് ഈ നമ്മുടെ ഈ പറയുന്ന വിദ്വാന്മാർക്ക് അലിയോക്കിനും അതുപോലെ തന്നെ ബോക്കിനും, സ്കൂൾ മാസ്റ്റർ ആയിട്ടുള്ള ബോക്കിനും അലിയോക്കിനായിട്ടുള്ള ഫ്രണ്ടിനും ഒന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല. ദേ വെൽ സ്ലീപ്പി, അവർക്ക് ഉറക്കം തോന്നാൻ തുടങ്ങി. അവർക്ക് വല്ല പെണ്ണുങ്ങളെ കുറിച്ചിട്ടോ അതങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വിമനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ആളുകളെ കുറിച്ചിട്ടോ ഒക്കെയുള്ള കഥകൾ പറയുന്നതാണ് അവർക്ക് ഇഷ്ടം. ഓൾ 3 went to bed. 3 പേരും കിടക്കാൻ പോയി. ഇവാൻ ഫെൽ സാഡ്. ഇവാന് ഭയങ്കര സങ്കടമായി. ഹി ഹാഡ് ബിക്കം ഓൾഡ്. എനിക്ക് പ്രായമായിരിക്കുന്നു. ഹി നെവർ തോട്ട് ഓഫ് അതേഴ്സ് വെൻ ഹി വാസ് യങ്. ഇതിനെ കുറിച്ചിട്ടൊന്നും അയാൾ എന്ത് ചെയ്തില്ല, ബാക്കിയുള്ളവരെ കുറിച്ചിട്ടൊന്നും അയാൾ യങ് ആയിരിക്കുന്ന സമയത്ത് ഓർത്തതേ ഇല്ലല്ലോ. ഫൊർഗിവ് മീ ഗോഡ് ഫോർ വിക്കറ്റ് സിന്നർ. ഈ പാപിക്ക് നീ പുറത്തു തരണേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇവാൻ മട്ടേഡ്. ഇവാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് മട്ടർ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു വായന എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റോറിയിൽ മറ്റൊരു വായന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം നമുക്ക്. ഇയാള് നമ്മുടെ ഇവാന് ബ്രദറിന്റെ കണ്ടിട്ട് അയാൾക്ക് ചെറിയൊരു അസൂയ ഉണ്ടാവണം. കാരണം ഇയാൾ ഇതുവരെ വിചാരിച്ചത് നിക്കോളായിക്ക് ഒരു ഹാപ്പിനെസ്സും ഇല്ല, അയാൾ എന്തോ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ അയാൾ കണ്ടു, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഈ ഹാപ്പിനെസ് തന്നെയാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നും എനിക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? ഞാനിങ്ങനെ വലിയ പ്രൊഫഷനിലൊക്കെയാണ്, ഞാൻ ടൗണിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് അവനുണ്ടാക്കുന്ന അവന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടുന്നില്ലല്ലോ, അതിന് എനിക്ക് സാധിക്കുന്നില്ലല്ലോ, പ്രായമായി പോയല്ലോ എന്നും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതിനെ വായിക്കാം. കാരണം ഇത് സിംബോളിസമാണ്, ഐറണിയാണ്, ഫിലോസഫിയാണ്. ഓക്കെ, സോ ഇതിലേത് രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റും. ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. സോ കഥ മനസ്സിലായി വിചാരിക്കുന്നു, ക്യാരക്ടേഴ്സിനെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെറ്റർ ആയിട്ടോ ഡയറി ആയിട്ടോ തോട്ട്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിനെ മാറ്റി എഴുതാം. ഓക്കെ, താങ്ക് യു.